ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട സഹോദരങ്ങളെ, സങ്കീർത്തന മാതിരി എന്ന ഈ പ്രോഗ്രാമിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. സങ്കീർത്തന പുസ്തകങ്ങൾ ക്രമമായി പഠിക്കുവാനും ധ്യാനിക്കുവാനുമുള്ള ഒരു ഉദ്യമമാണ് ഈ പഠന പരമ്പര. വിവിധ സങ്കീർത്തനങ്ങളിൽ നിന്നായി വിവിധങ്ങളായ ചിന്തകൾ, ആശയഗതികൾ പ്രാർത്ഥനയോടെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. 19-ാം സങ്കീർത്തനം കഴിഞ്ഞ ഏതാനും എപ്പിസോഡുകളിലായി നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 19-ാം സങ്കീർത്തനത്തിൻ്റെ പഠനഭാഗമായി 8-ാമത്തതും 9-ാമത്തതുമായ വാക്യങ്ങൾ ദൈവമുൻപാകെ സമർപ്പിക്കുകയാണ്. മുൻ ആഴ്ചകളിൽ നമ്മൾ ഈ വേദവാക്യങ്ങൾ വായിച്ചു കേൾപ്പിച്ചെങ്കിലും അതിൻ്റെ പഠനത്തിന് വേണ്ടി ഈ എപ്പിസോഡ് നമ്മൾ ഉപയോഗിക്കുകയാണ്. 19-ാം സങ്കീർത്തനം 8-9 വാക്യങ്ങൾ ആദ്യ ഭാഗത്ത് ഞാനൊന്ന് വായിക്കട്ടെ. യഹോവയുടെ ആജ്ഞകൾ നേരുള്ളവ, അവ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു. യഹോവയുടെ കൽപ്പന നിർമ്മലമായത്, അത് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു. യഹോവ ഭക്തി നിർമ്മലമായത്, അതെന്നേക്കും നിലനിൽക്കുന്നു. യഹോവയുടെ വിധികൾ സത്യമായവയാകുന്നു, അവയൊട്ടൊഴിയാതെ നീതിയുള്ളവയാകുന്നു. ആദ്യഘട്ടത്തിൽ ഈ 2 വാക്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. ഇന്നത്തെ എപ്പിസോഡിൽ യഹോവയുടെ ന്യായപ്രമാണത്തെപ്പറ്റി കഴിഞ്ഞ എപ്പിസോഡിൽ 7-ാം വാക്യത്തിൽ നമ്മൾ ധ്യാനിച്ചു. ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്ന വിവിധ തലങ്ങൾ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിലായി പല എപ്പിസോഡുകളിലായി നമ്മൾ ധ്യാനിച്ചു. യഹോവയുടെ ന്യായപ്രമാണത്തെക്കുറിച്ച് പറഞ്ഞ സങ്കീർത്തനക്കാരൻ യഹോവയുടെ ആജ്ഞയെക്കുറിച്ച് പറയുകയാണ്. രാജാവായ ദാവീദ് ദൈവത്തെ രാജാതിരാജാവും കർത്താതി കർത്താവായും ഇവിടെ വ്യാഖ്യാനിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെക്കുറിച്ച് നമ്മൾക്ക് പല കാഴ്ചപ്പാടുകളുണ്ട്. നമ്മൾ രക്ഷകനായി, രാജാതിരാജാവായി, കർത്താതി കർത്താവായി, വീണ്ടെടുപ്പുകാരനായി ഒക്കെ ദൈവത്തെ വ്യാഖ്യാനിക്കുന്നുണ്ട്. ഇവിടെ ആജ്ഞകൾ നൽകുന്ന ദൈവത്തെക്കുറിച്ച് സങ്കീർത്തനക്കാരൻ പറയുകയാണ്. അപ്പം ദൈവം നൽകുന്ന ആജ്ഞകൾ അത് നേരുള്ളവയാകുന്നു. ദൈവത്തിൻ്റെ ആജ്ഞകൾ എന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ദൈവത്തിൻ്റെ സന്ദേശങ്ങൾ, ദൈവത്തിൻ്റെ നിർദ്ദേശങ്ങൾ, ദൈവത്തിൻ്റെ ഇച്ഛകൾ, ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾ, ഇങ്ങനെ പല വാക്കുകൾ ആ ആജ്ഞകൾ എന്നുള്ളതിന് നാനാർത്ഥമായി, തുല്യപദങ്ങളായി, പല പരിഭാഷകളായി നമുക്ക് ഉപയോഗിക്കാം. യഹോവയുടെ ആജ്ഞകൾ നേരുള്ളവയാകുന്നു. ദൈവം ആജ്ഞാപിക്കുന്നുണ്ട്. ദൈവം ആരോടാണ് ആജ്ഞാപിക്കുന്നത്? ദൈവം എന്താണ് ആജ്ഞാപിക്കുന്നത്? എന്തുവാണെങ്കിലും ദൈവം ആരോട് പറഞ്ഞാലും എങ്ങനെ പറഞ്ഞാലും അതെല്ലാം നേരുള്ളതാകുന്നു. നേരുള്ള ദൈവത്തിൻ്റെ ആജ്ഞകൾ നമ്മളുടെ മനസ്സിനെ സ്പർശിക്കണം. ദൈവത്തിൻ്റെ ആജ്ഞകളെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ദൈവം എന്നോട് ആജ്ഞാപിക്കുന്നു എന്നുള്ളതല്ല, ദൈവം എന്നോട് എന്തു പറയുന്നു എന്നുള്ളതല്ല, ആ പറയുന്നത് അത്രയും നേരുള്ളവയാകുന്നു, നേരും നെറിയുമുള്ളതാകുന്നു. നേരും നെറിയുമുള്ള കാര്യങ്ങൾ പറയാൻ സാഹചര്യമോ സമയമോ അറിവോ ഇല്ലാതിരിക്കുന്ന നമ്മൾക്ക്, അല്ലെങ്കിൽ മറ്റു പലരെയും പല തെറ്റിദ്ധാരണയിലേക്ക് നയിക്കുന്ന നമ്മൾക്ക്, ഉപദ്രവത്തിലേക്ക് നയിക്കുന്ന നമുക്ക് ഇവിടെ ദൈവത്തിൻ്റെ ആജ്ഞകളെ പഠിക്കേണ്ടിയിരിക്കുന്നു. ഇന്ന് ആർക്കും രാജഭരണമൊന്നുമില്ലെങ്കിലും ആജ്ഞകൾ ഒരുപാട് നൽകുന്നുണ്ട്. ഒരുപാട് ടാബൂസ്, അരുതുകൾ, നീ അത് ചെയ്യരുത്. ദൈവത്തിൻ്റെ കൽപ്പനകളിൽ പറഞ്ഞു, നീ മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്. ഇങ്ങനെ അരുതേ അരുതേ എന്നുള്ള 6 കാര്യങ്ങൾ പറയുന്നുണ്ട്. അന്യദൈവങ്ങളെ ആരാധിക്കരുത്, വിഗ്രഹങ്ങളെ ഉണ്ടാക്കരുത്, കൂട്ടുകാരൻ്റെ ഒന്നിനെയും മോഹിക്കരുത്. ദൈവം അരുതേ എന്നൊരു കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നേരുള്ളവയും നിവൃത്തിയാകുവാനുള്ളതുമാണ്. അപ്പം നേരും നെറിയുമുള്ള, നിവൃത്തിയാകുവാനുള്ള ദൈവേഷ്ടങ്ങളാണ്, ദൈവത്തിൻ്റെ ഇച്ഛകളാണ് ദൈവത്തിൻ്റെ ആജ്ഞകളായി സങ്കീർത്തനക്കാരൻ പറയുന്നത്. ദൈവത്തിൻ്റെ ആജ്ഞകൾ നേരുള്ളവയാകുന്നു.
നമ്മുടെ ജീവിതത്തിലും ദൈവത്തിൻ്റെ ആജ്ഞകൾ ഒത്തിരി ഉണ്ടായിട്ടില്ലേ? അത് നേരുള്ളവയായതുകൊണ്ട് അത് നമ്മുടെ ജീവിതത്തിന് പ്രയോജനമാണ്. നമ്മുടെ സമൂഹത്തിൽ പലതരത്തിലുള്ള ആളുകളുണ്ട്. ചിലർ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്, അപ്രിയ സത്യങ്ങളായിട്ടുള്ളവ പറയുന്നുണ്ട്. ചിലതൊന്നും നമുക്ക് ഇഷ്ടപ്പെടത്തില്ല, ചില നിർദ്ദേശങ്ങൾ ഇഷ്ടപ്പെടത്തില്ല, ഉപദേശങ്ങൾ ഇഷ്ടപ്പെടത്തില്ല. അതിനെയൊക്കെ നമ്മൾ തള്ളിക്കളയും. ചിലപ്പോൾ കാണാത്ത കേൾക്കാത്ത ഭാവം നടിക്കും. മുതിർന്നവരുടെ വാക്കുകളെ തള്ളിക്കളയും. മൂത്തവർ ചൊല്ലും, മുതുനെല്ലിക്ക ആദ്യം കഴിക്കും പിന്നെ മതിർക്കുമെന്നാണല്ലോ ചൊല്ല്. ഇവിടെ ഓർത്തോണം പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ ആജ്ഞകൾ നേരുള്ളവയാകുന്നു എന്ന് പറയുമ്പോൾ എൻ്റെ ദൈവം നൽകുന്ന നിർദ്ദേശങ്ങളും എൻ്റെ ജീവിതത്തിന് ശ്രേഷ്ഠത നൽകുവാനാണ്, എന്നെ കിരീടം ധരിപ്പിക്കുവാനാണ്, ഭക്തിയിലേക്ക് എത്തിക്കുവാനാണ്, നന്മയിലേക്ക് എത്തിക്കുവാനാണ്. ഈ ഒരു ചിന്താധാര നമ്മളുടെയൊക്കെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം. ആ ചിന്താധാര നമ്മളുടെ മനസ്സിൽ നിന്ന് അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ പദ്ധതിയെക്കുറിച്ച് നമുക്ക് ഹൃദ്യമായി ചിന്തിക്കാൻ പറ്റാതെ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഓർത്തോണം, ദൈവത്തിൻ്റെ ആജ്ഞകൾ നേരുള്ളവ, അവ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു. അതിൻ്റെ രണ്ടാം ഭാഗം ഒന്നുകൂടി ശ്രദ്ധിച്ചോണം. ആജ്ഞകൾ പലപ്പോഴും സന്തോഷമായിട്ട് വരാറില്ല. ആജ്ഞകൾ പലപ്പോഴും സംതൃപ്തിയുള്ളതല്ല. ആജ്ഞകൾ പലപ്പോഴും മനസ്സിനെ നൊമ്പരപ്പെടുത്തുന്നതാണ്. ഞാൻ പറഞ്ഞല്ലോ, ആജ്ഞകൾ എന്നുള്ള വാക്കിനോട് ചേർന്ന് നിർദ്ദേശങ്ങൾ, ദൈവേച്ഛകൾ, ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾ, ദൈവത്തിൻ്റെ ആഗ്രഹങ്ങൾ, നമ്മളെക്കുറിച്ചുള്ള പദ്ധതികൾ, ആ രീതിയിലൊക്കെ വേണം അതിനെ വ്യാഖ്യാനിക്കാൻ. അവ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നതാണ്. മുമ്പേ നമ്മൾ പറഞ്ഞു, യഹോവയുടെ ന്യായപ്രമാണം പ്രാണനെ തണുപ്പിക്കുന്നു എന്ന് പറഞ്ഞു. ഇവിടെ പറയുന്നു, ദൈവത്തിൻ്റെ ആജ്ഞകൾ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നവയാണ്. അപ്പം ദൈവത്തിൻ്റെ ആജ്ഞകളും നിർദ്ദേശങ്ങളും ഇഷ്ടങ്ങളും കൽപ്പനകളും നമ്മളുടെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നവയാണെങ്കിൽ ആ സന്തോഷം പങ്കുവയ്ക്കുവാൻ നാം കടപ്പെട്ടവരാണ്, സംവേദിപ്പിക്കുവാൻ നാം കടപ്പെട്ടവരാണ്. ഇന്ന് പലപ്പോഴും ഓർത്തോണം പ്രിയമുള്ളവരെ, ആജ്ഞകളും നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നൽകുവാൻ മാത്രമേ നമുക്കറിയത്തുള്ളൂ. അത് നേരും നിറവുമുള്ളതാണോ നമുക്കറിയത്തില്ല, വെടിപ്പുള്ളതാണോ എന്നറിയത്തില്ല. സ്വാർത്ഥത കൊണ്ട്, കാപട്യം കൊണ്ട്, അഹങ്കാരം കൊണ്ട് നമ്മുടെ നിർദ്ദേശങ്ങളും ഇഷ്ടങ്ങളുമൊക്കെ പലർക്കും അനിഷ്ടങ്ങളായിട്ട് മാറ്റപ്പെടുകയാണ്. അജ്ഞാനപർവമായിട്ട് പലർക്കും മാറ്റപ്പെടുകയാണ്. ദൈവമില്ലാത്ത ആജ്ഞകളായിട്ട് മാറ്റപ്പെടുകയാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ആജ്ഞകളിൽ ദൈവമുണ്ട്, ദൈവത്തിൻ്റെ കൽപ്പനകളിൽ ദൈവമുണ്ട്, ദൈവസ്വരത്തിൽ ദൈവമുണ്ട്. അവ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നവയാണ്. എൻ്റെ ഹൃദയത്തെ സന്തോഷിപ്പിച്ച ദൈവത്തിൻ്റെ കൽപ്പനകൾ ഏതൊക്കെയാണ്? 10 കൽപ്പനകൾ ആ കൂട്ടത്തിൽപ്പെടുത്താം. സ്നേഹിക്കുവാനുള്ള ദൈവത്തിൻ്റെ നിർദ്ദേശം ആ കൂട്ടത്തിൽപ്പെടുത്താം. നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും ശക്തിയോടും കൂടി സ്നേഹിക്കണം, ആരാധിക്കണമെന്നുള്ള നിർദ്ദേശം ആ ആജ്ഞയിൽപ്പെടുത്താം. ഹൃദയം സന്തോഷിക്കുന്നുണ്ട് പ്രിയമുള്ളവരെ. ഹൃദയത്തിൽ ഒരു പ്രത്യേകമായ താളമുണ്ടാകുന്നുണ്ട്. ഹൃദയതാളം എന്നൊക്കെ നമ്മൾ പറയുന്നത് അതിനെക്കുറിച്ചാണ്. ദൈവത്തിൻ്റെ ആജ്ഞ കേട്ട് ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ദൈവത്തിൻ്റെ പിന്നാലെ യാത്ര ചെയ്യുന്നവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഹൃദയം എപ്പോഴും സന്തോഷിച്ചുകൊണ്ടിരിക്കും. അവിടെ അനേകം ഉറവകളുണ്ട്. ഇന്ന് ഹൃദയ സന്തോഷം നഷ്ടപ്പെട്ട ഒരു വലിയ സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. സന്തോഷമില്ല, സംതൃപ്തിയില്ല. ഒരു സംതൃപ്തി എന്ന് പറയുന്നത് നമുക്ക് എങ്ങോട്ടൊക്കെയോ പോയിരിക്കുന്നു. തൃപ്തിയുണ്ടെന്ന് പറയും. പക്ഷേ തൃപ്തിയും സംതൃപ്തിയും ഒരേ അർത്ഥമാണെന്ന് തോന്നും. സാറ്റിസ്ഫാക്ഷൻ എന്നുള്ള വാക്ക് ഒരേ അർത്ഥമാണെന്ന് തോന്നും. പക്ഷേ തൃപ്തി പലതുകൊണ്ട് വരാം. ഒത്തിരി ആഹാരം കഴിക്കുമ്പോൾ തൃപ്തി വരാം, സമ്പത്ത് കിട്ടുമ്പോൾ തൃപ്തി വരാം, ഉറക്കം കിട്ടുമ്പോൾ തൃപ്തി വരാം, യാത്രയിലൂടെയും വായനയിലൂടെയും തൃപ്തി വരാം. അങ്ങനെ തൃപ്തി പല രീതിയിലാകാം. പക്ഷേ സംതൃപ്തി, നല്ല തൃപ്തി വരണമെന്നുണ്ടെങ്കിൽ അതിന് ദൈവത്തിൻ്റെ ഒരു സന്തോഷിപ്പിക്കലുണ്ടാകണം, ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യം ഉണ്ടാകണം. എന്ന് പലർക്കും ഇല്ലാത്തത് തൃപ്തിയുണ്ട്, സംതൃപ്തിയില്ല. ദോഷമുണ്ട്, സന്തോഷമില്ല. ദോഷമുണ്ടെങ്കിൽ അത് വെറും ദോഷമാണ്. എല്ലാവരും ചേർന്ന് കൈയടിക്കുന്നു, ഒരു വിജയം കാണുമ്പോൾ കൈയടിക്കുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും കിട്ടുമ്പോൾ കൈയടിക്കുന്നു. സന്തോഷം എന്ന് പറയുന്നത് ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ്. ചിലപ്പോൾ നമുക്കൊന്നുമില്ലെങ്കിലും സന്തോഷമുണ്ടാകും. അവരും കഴിക്കുന്നത് കാണുമ്പോൾ സന്തോഷമുണ്ടാകും, അവരും ജയിക്കുന്നത് കാണുമ്പോൾ സന്തോഷമുണ്ടാകും. ഞാൻ പരാജയപ്പെട്ടാലും
എൻ്റെ പരാജയത്തിലൂടെ ചിലർക്ക് പ്രയോജനമുണ്ടാകുന്നു എന്ന് കാണുമ്പോൾ സന്തോഷമുണ്ടാകും. ഇതൊക്കെ സന്തോഷത്തിൻ്റെ ചില ഭാഗങ്ങളാണ്. അതുകൊണ്ട് ഓർത്തോണം, ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന ദൈവത്തിൻ്റെ ആജ്ഞകൾക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കണം. നമ്മളും അനേകരുടെ ഹൃദയത്തെ സന്തോഷിപ്പിക്കണം പ്രിയമുള്ളവരെ. ഇന്ന് ഓർത്തോണം, നമ്മൾ പറയത്തില്ലയോ, ചിരിക്കുന്ന മനസ്സ് നല്ലൊരു ഔഷധമാണ്. ഇന്ന് പലർക്കും ഒരുപാട് അസുഖങ്ങളാണ്, അകാരണമായ അസുഖങ്ങൾ. ആശുപത്രികളിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ യാതൊരു അസുഖവും കാണത്തില്ല. ഫുൾ ബോഡി ചെക്കപ്പ് നടത്തി നോക്കിയാലും ഒരസുഖവും കാണത്തില്ല. എന്നാലും പറയും, എനിക്ക് ഭയങ്കര തലവേദന, നടുവേദന, ശരീരവേദന, ഉറക്കമില്ലായ്മ, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളാണ്. അപ്പോൾ ഓർത്തോണം, സംതൃപ്തമല്ലാത്തൊരു മനസ്സുണ്ട്, ഹൃദയമുണ്ട്. ആ സംതൃപ്തമല്ലാത്ത മനസ്സും ഹൃദയവും യഥാർത്ഥത്തിൽ നമ്മളെ അസുഖക്കാരാക്കി മാറ്റുകയാണ്. പലതരത്തിലുള്ള ചിന്താഗതികൾ നമ്മളെ അസുഖക്കാരാക്കി മാറ്റുകയാണ്. നമ്മൾക്ക് പലപ്പോഴും ഒന്ന് ചിന്തിച്ച് നോക്കണം, ചില കാര്യങ്ങളിലൊക്കെ നമ്മൾ സന്തുഷ്ടരാണ്, നമുക്കിത് മതിയെന്ന് ചിന്തിക്കും. നമ്മളൊരു വീട് വെച്ചു, ഇതെൻ്റെ സ്വപ്നമായിരുന്നു, സന്തോഷം. ഒരു ജോലി കിട്ടി, എൻ്റെ ജീവിത സ്വപ്നമാണ്, എനിക്ക് ജോലി കിട്ടിയത് സന്തോഷം. നല്ല ശമ്പളം കിട്ടുന്നു, അതിൽ സന്തോഷം, ജീവിക്കാൻ ഇത് ധാരാളം മതി. പക്ഷേ നമ്മളിതൊക്കെ വിട്ട് കഴിഞ്ഞിട്ട് പിന്നീട് ഇതിലെല്ലാം ഇത്രയൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് സന്തോഷമില്ലാതിരിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? ഇതിനെയൊക്കെ മറ്റെന്തിനോടെങ്കിലുമൊക്കെ താരതമ്യപ്പെടുത്തും. നമ്മൾ പണിഞ്ഞ വീടിനെ നാട്ടുകാരൻ്റെ വീടുമായിട്ട് താരതമ്യപ്പെടുത്തും, നമ്മളുടെ ജോലിയെ മറ്റൊരുത്തൻ്റെ ജോലിയുമായിട്ട് താരതമ്യപ്പെടുത്തും, നമ്മളുടെ ഭക്ഷണത്തെ മറ്റൊരുത്തൻ്റെ ഭക്ഷണവുമായിട്ട് താരതമ്യപ്പെടുത്തും, നമ്മളുടെ ആഗ്രഹങ്ങളെ മറ്റുള്ളവരുടെ ആഗ്രഹങ്ങളുമായിട്ട് കൂട്ടിച്ചേർക്കുവാൻ ശ്രമിക്കും. അങ്ങനെ ആ ഒരു നുകത്തിൽ നമുക്കൊരു നുകമുണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് ചേരുന്നൊരു നുകമാണ്. ആ നുകത്തിൽ ചേർന്ന് പോകാനേ നമുക്ക് പറ്റത്തുള്ളൂ. നമ്മൾ പറയത്തില്ലേ, ഒരു നുകത്തിൽ ഒരേ സമയം ഒരു കാളയും കഴുതയും കൂടെ കൂട്ടിച്ചേർക്കാൻ പറ്റത്തില്ല. കാളയാണെങ്കിൽ കാള മാത്രമായിരിക്കണം, കഴുതയാണെങ്കിൽ കഴുത മാത്രമായിരിക്കണം. ഇത് രണ്ട് ജനുസിൽപ്പെട്ടതിനെ ഒരു നുകത്തിൽ പറ്റത്തില്ല. ആയതുപോലാണ് പ്രിയമുള്ളവരെ ഓർത്തോണം, മനസ്സിലുണ്ടാകുന്ന, ഹൃദയത്തിലുണ്ടാകുന്ന സന്തോഷവും നമ്മുടെ സന്തോഷം അതാ മറ്റുള്ളവരുടെ സന്തോഷവുമായിട്ട് കൂട്ടിക്കെട്ടാൻ പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. നമ്മളൊരു യാത്ര പോയി, യാത്രയ്ക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ്. കുറേ നേരമായിട്ട് വണ്ടി കിട്ടിയില്ല. പെട്ടെന്നതാ അല്പസമയം കഴിഞ്ഞപ്പോൾ ഒരു സ്നേഹിതൻ വന്നു. അവൻ്റെ ബൈക്കിൽ, 2 വീലറിൽ നമുക്ക് ഒരു സീറ്റ് കിട്ടി. അവൻ നമ്മളെ കൊണ്ടുപോകുന്നു. കൂടെ നിന്നവന് കയറാൻ പറ്റിയില്ല, നമ്മൾ പോയി. അല്പം കഴിഞ്ഞപ്പോൾ നമ്മൾ നോക്കുമ്പോൾ തൊട്ടു പുറകെ ഒരുത്തൻ കാറിൽ വരുന്നു. അതും ഇവന് പരിചിതനാണ്, സ്കൂട്ടിൽ കയറി ഇവന് പരിചിതനാണ്. അപ്പോൾ അവൻ്റെ മനസ്സ് ചിന്തിക്കും, എടാ ഞാൻ അല്പം കൂടെ കാത്തു നിന്നാൽ ആ കാറിൽ കയറി പോകാമായിരുന്നു. നമ്മളുടെയൊക്കെ ആഗ്രഹങ്ങളെ, ചിന്തകളെ നമ്മൾ കണക്ട് ചെയ്യുന്നത് അങ്ങനെയാണ്. ചിലപ്പോൾ മനുഷ്യൻ ആഗ്രഹിക്കത്തില്ലയോ, എടാ എനിക്കൊരു സ്കൂട്ടർ കിട്ടിയാൽ നല്ലതായിരുന്നു, ബൈക്ക് കിട്ടിയാൽ നല്ലതായിരുന്നു, കാറ് കിട്ടിയാൽ നല്ലതായിരുന്നു, അല്ലെങ്കിൽ പിന്നീട് പലതരത്തിലുള്ള കാറുകൾ. ഒരു ഭാവനാസമ്പന്നമായൊരു കഥയുണ്ട്. ഒരു മനുഷ്യനിങ്ങനെ നടന്നു പോവുക. അവനിങ്ങനെ നടന്നു പോകുമ്പോൾ അവൻ ആദ്യം ആഗ്രഹിക്കുന്നു, ദൈവമേ 2 വീലറിൽ ഒരുത്തൻ പോകുന്നത് കാണുമ്പോൾ എനിക്കൊരു 2 വീലർ കിട്ടിയാൽ എത്ര സന്തോഷം. അവനൊരു 2 വീലർ വാങ്ങിച്ചു. അല്പം കഴിഞ്ഞപ്പോൾ 2 വീലറിൽ നിന്ന് കുറേ പോയി കഴിഞ്ഞപ്പോൾ വിചാരിച്ചു, എനിക്കൊരു കൊച്ചു 4 വീലർ കിട്ടിയാൽ സന്തോഷമായി. അങ്ങനെ അവൻ്റെ ആഗ്രഹത്തിൻ്റെ പൂർണ്ണതയുടെ ഭാഗമായി 4 വീലർ എടുത്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ സാധാരണ 4 വീലർ കണ്ടു കഴിഞ്ഞിട്ട് അവൻ മടുത്തു. മറ്റുള്ളവൻ, നാട്ടുകാരൻ ഇച്ചിരൂടി മോഡിഫൈഡ് ആയിട്ടുള്ള 4 വീലർ ഉപയോഗിക്കുന്നു. അവനും അത് ആഗ്രഹിച്ചു. അങ്ങനെ അവൻ അതും എടുത്തു. അല്പം കഴിഞ്ഞപ്പോൾ പിന്നെയും ചിന്തിച്ചു, ആ മോഡിഫൈഡ് ആയിട്ടുള്ള 4 വീലറും പോരാ, ഉന്നതമായ വണ്ടി പിന്നെയും വേണം, ഉന്നത വിലയുള്ള വാഹനങ്ങൾ. അവൻ അതും വാങ്ങിച്ചു. പക്ഷേ അത് വാങ്ങിക്കുവാൻ തക്കവണ്ണം, അതുവരെയുള്ള സാഹചര്യങ്ങളിൽ അവനിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുമായിരുന്നു. പക്ഷേ അത് വാങ്ങിക്കുവാൻ തക്കവണ്ണം അവനെടുത്ത ബാധ്യതകൾ, അവനെടുത്ത ത്യാഗങ്ങൾ, കഷ്ടപ്പാടുകൾ, കടങ്ങൾ, അതവൻ്റെ സന്തോഷത്തെ മൊത്തം നശിപ്പിച്ചു. അവസാനം എല്ലാം വിറ്റുതുലച്ച് കടം വീട്ടേണ്ടി വന്നു. വേറൊരു ഭാവനാസമ്പന്നമായൊരു അനുഭവം കൂടി ഓർത്തു പോവുകയാണ്. കിടക്കയിൽ തളർന്നു കിടക്കുന്ന ഒരു മനുഷ്യൻ, അവൻ നോക്കുകയാണ് വെളിയിലോട്ട്. അവൻ നോക്കുമ്പോൾ വെളിയിൽ കാണുന്നത് 2 കാലുകൊണ്ട് നടന്നു പോകുന്നൊരു മനുഷ്യനെയാണ്. അത് കണ്ടപ്പോൾ അവൻ ചിന്തിച്ചു, ദൈവമേ, എനിക്ക് വേണ്ടത് ആ മനുഷ്യനെ പോലെ നടന്നു പോകാനൊരു അവസരം കിട്ടിയിരുന്നെങ്കിൽ. പ്രിയമുള്ളവരെ, ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന അനുഭവങ്ങൾ തീർച്ചയായിട്ടും നമ്മൾക്ക് ആവശ്യമാണ്. ചിലപ്പോൾ നമ്മളുടെ മനസ്സുണ്ടല്ലോ, പിടിച്ചാൽ കിട്ടാതെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്.
ചിലപ്പോൾ ദൈവത്തിൻ്റെ ആജ്ഞകൾ ശാസനകളായിട്ടും മാറും കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞു, ദൈവത്തിൻ്റെ ആജ്ഞകൾ എന്ന് പറയുന്ന നിർദ്ദേശങ്ങളും ദൈവത്തിൻ്റെ ഇഷ്ടങ്ങളും കൽപ്പനകളും ഒക്കെ ദൈവത്തിൻ്റെ ആജ്ഞകളാണ്. ചിലപ്പോൾ ശാസനകളാകും. ശാസിച്ച് സന്തോഷിപ്പിക്കുന്ന ഒരു ദൈവത്തിൻ്റെ പ്രമാണം നമ്മളുടെ മുൻപിലുണ്ട്. ദൈവത്തിൻ്റെ കൽപ്പനകൾ നമ്മുടെ മുൻപിലുണ്ട്. ചിലപ്പോൾ ശാസിക്കും, മനസ്സിനെ ശാസിക്കും. നമ്മൾ പറയത്തില്ലയോ, മനസ്സേ കരയരുത്, മനസ്സേ കരയരുത്. മനസ്സിനോട് നമ്മളിങ്ങനെ സംവേദിച്ചു കൊണ്ടിരിക്കണം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് പറയണം കേട്ടോ, അടങ്ങു മനസ്സേ. ദൈവത്തിൻ്റെ സ്വരം പോലെ നമ്മൾ പറയണം. ഹൃദയം സന്തോഷിക്കണം, ഹൃദയം ആനന്ദിക്കണം. നിർമ്മല മനസ്സ്, ശാന്തമായ മനസ്സ് നല്ലൊരു ഔഷധം. ആ ഔഷധത്തിൻ്റെ അനുഭവങ്ങൾ, അതിൻ്റെ വീജികൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകണം. ഇവിടെ വീണ്ടും പറയുകയാണ്, യഹോവയുടെ കൽപ്പന നിർമ്മലമായത്, അത് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു. അപ്പോൾ യഹോവയുടെ ആജ്ഞയെക്കുറിച്ച്, യഹോവയുടെ കൽപ്പനകളെക്കുറിച്ച്, ദൈവത്തിൻ്റെ ശാസനകളെക്കുറിച്ച് പറയുന്നതാണ്. അത് നേരുള്ളതാണ്, ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നതാണ്. നിർമ്മലമായ കൽപ്പന കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നതാണ്. കണ്ണുകളെ പ്രകാശിപ്പിക്കുന്ന ദൈവത്തിൻ്റെ കൽപ്പന, ദൈവത്തിൻ്റെ ആജ്ഞകൾ അതെങ്ങനെയുള്ളതായിരിക്കും? ഇവിടെ ഓർത്തോണം, യഹോവയുടെ ആജ്ഞകൾ എന്ന് പറഞ്ഞ് തുടങ്ങിയ ആ വാചകം അവസാനിക്കുമ്പോൾ യഹോവയുടെ കൽപ്പനയിലേക്ക് എത്തുകയാണ്. ആജ്ഞയുടെ തന്നെ മറ്റൊരു വാക്കാണ് കൽപ്പന. നിർദ്ദേശത്തിൻ്റെ, സ്നേഹത്തിൻ്റെ ഒക്കെ മറ്റു പകരവാക്കുകളാണ് ഇവിടെ ഉള്ളത്. അത് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു. അതെ, ഒരു തിരുത്തൽ ശക്തി, മുമ്പേ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒരു ശാസനയുടെ അനുഭവം അതുണ്ടാകണം. ഇന്ന് നമുക്ക് പലപ്പോഴും കേൾക്കാതെ പോകുന്നതാണ്. യഹോവയുടെ കൽപ്പന, സത്യമായിട്ടുള്ള നിർമ്മലമായിട്ടുള്ള കൽപ്പന, അത് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നതാണ്. കണ്ണുകൾക്ക് പ്രകാശമില്ലാതിരിക്കുന്ന അനുഭവങ്ങൾ ഒത്തിരിയുണ്ട് പ്രിയമുള്ളവരെ. ദൈവത്തിൻ്റെ കൽപ്പനയുടെ ആഴം തിരിച്ചറിയാതിരിക്കുന്ന അനുഭവങ്ങൾ ഒത്തിരിയുണ്ട്. നമ്മളൊക്കെ ഇന്ന് മറ്റു പല രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. പ്രകാശമില്ലാത്ത അനുഭവത്തിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കണ്ണുകൾക്ക് പ്രകാശമില്ലാത്തത് കൊണ്ടാണ് നമ്മൾക്ക് പലതും കാണാതെ പോകുന്നത്. ഗുരുവര്യൻ തൻ്റെ ശിഷ്യന്മാരെ വിളിച്ച് പ്രഭാതമായി എന്ന് എപ്പോൾ തിരിച്ചറിയാമെന്ന് ചോദിച്ചപ്പോൾ പലരും പല മറുപടി പറഞ്ഞു. ഒരാൾ മാത്രം പറഞ്ഞു, മനുഷ്യനെ മനുഷ്യനെന്ന് മനസ്സിലാക്കാൻ സാധിക്കുമ്പോൾ പ്രകാശമായെന്ന് പറയാൻ സാധിക്കും. അതാണ് യഥാർത്ഥമായ മറുപടി. മനുഷ്യനെ മനുഷ്യനെന്ന് തിരിച്ചറിയാൻ കഴിയുന്ന തലം, അതാണ് യഥാർത്ഥമായിട്ടുള്ള പ്രകാശം. മഹാഭാരത യുദ്ധത്തെപ്പറ്റി ഒരു വ്യാഖ്യാനമുണ്ട്. അർജുനൻ്റെ തേരാളിയായിരുന്നു ശ്രീകൃഷ്ണൻ. മഹാഭാരത യുദ്ധത്തിൻ്റെ അവസാന ഘട്ടത്തിൽ എപ്പോഴും സാധാരണയായി തേരാളിയായ കൃഷ്ണൻ ആദ്യം ഇറങ്ങും, പിന്നീട് അർജുനനെ വെളിയിലേക്ക് ഇറക്കും. എന്നാൽ അവസാന ദിവസം എത്തിയപ്പോൾ തേരാളിയായ ശ്രീകൃഷ്ണൻ അർജുനനോട് പറഞ്ഞു, അർജുന, നീ താഴേക്ക് ഇറങ്ങിക്കൊള്ളു. അർജുനൻ താഴേക്കിറങ്ങി, കൃഷ്ണനും അതിനുശേഷം ഇറങ്ങി. തൊട്ടുപുറകെ അവർ യാത്ര ചെയ്തിരുന്ന, അതുവരെ യുദ്ധത്തിന് പൊയ്ക്കൊണ്ടിരുന്ന ആ ശ്രേഷ്ഠമേറിയ ആ രഥം പൊട്ടിത്തെറിച്ചു, കത്തി അമർന്നുപോയി. അതുകണ്ട് അത്ഭുതസ്തബ്ധനായിപ്പോയ അർജുനനോട് ശ്രീകൃഷ്ണൻ പറഞ്ഞു, ഞാൻ ആദ്യം ഇറങ്ങിയിരുന്നുവെങ്കിൽ ഉടനെ തന്നെ ആ തേര് കത്തി നശിച്ചു പോയനെ. എന്നാൽ ഞാൻ നിന്നെ ഇരുത്തിക്കൊണ്ട്, എൻ്റെ യോഗശക്തി കൊണ്ട് നിന്നെ അവിടെ ഇരുത്തിക്കൊണ്ട് നശിച്ചു പോകാതെ ഞാൻ നിന്നെ ആദ്യം ഇറക്കി. കാരണം കർണനെ പോലെ, ഭീഷ്മരെ പോലെ ശക്തരും വീരരുമായ അനേകരുടെ അമ്പുകൾ ഏറ്റ് ഈ രഥം എന്നേ നശിച്ചുപോയി. എന്നാൽ യോഗശക്തി കൊണ്ട് ഞാനതിനെ പൊട്ടിത്തെറിക്കാതെ പിടിച്ചു നിർത്തിയേക്കുമായിരുന്നു, ലക്ഷ്യം പൂർത്തിയാക്കുന്നതുവരെ. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിലും ഇതുപോലെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളെ പിടിച്ചു നിർത്തുന്ന ഒരു ശക്തിയുണ്ട്, വീണുപോകാതെ കാക്കുന്ന ഒരു ശക്തിയുണ്ട്. ദൈവത്തിൻ്റെ കരങ്ങളിലാണ് പലപ്പോഴും നമ്മളൊക്കെ ആയിരിക്കുന്നത്. ഇത് തിരിച്ചറിയാൻ തക്കവണ്ണം നമ്മൾക്ക് സാധിക്കണം. കണ്ണുകൾ തുറന്നു നോക്കുമ്പോൾ, പശ്ചാത്തപിക്കുമ്പോൾ മാത്രമേ ദൈവത്തിൻ്റെ കരുതലിൻ്റെ ആഴം നമ്മൾക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തുള്ളൂ. ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തുള്ളൂ. ദൈവത്തിന് നമ്മളോടുള്ള പദ്ധതി എന്തെന്ന് തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് അവിടെ പറഞ്ഞിരിക്കുന്നു, യഹോവയുടെ കൽപ്പന നിർമ്മലമായതാണ്,
അത് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നതാണ്. വീണ്ടും പറയുന്നു, യഹോവ ഭക്തി നിർമ്മലമായത് അതെന്നേക്കും നിലനിൽക്കുന്നു. യഹോവ ഭക്തി നിർമ്മലമായത് അതെന്നേക്കും നിലനിൽക്കുന്നു. യഹോവയുടെ കൽപ്പന നിർമ്മലമായതാണ്, യഹോവ ഭക്തിയും നിർമ്മലമായതാണ്. ദൈവത്തോടുള്ള ഭക്തി നിർമ്മലമാണ്, അതെന്നേക്കും നിലനിൽക്കുന്നതാണ്. നിലനിൽക്കാത്ത ഭക്തി, ടെമ്പറൽ ഭക്തി, അതൊന്നും നമുക്ക് പ്രയോജനപ്പെടുന്നതല്ല. ഈ പയറ്റി അഥവാ ഭക്തി, അത് ഈ ടെമ്പറൽ പയറ്റി എന്ന് പറയുന്നത് താൽക്കാലികമായിട്ടുണ്ടാകുന്നതാണ്. നമുക്കൊക്കെ ചില പ്രത്യേക സമയത്തുണ്ടാകും. നമ്മളെല്ലാം ചിന്തിച്ചാൽ മതി, എല്ലാ മതത്തിലുമുണ്ട്. വ്രതമെടുക്കാൻ 40 ദിവസം മാലയിടും, ചെരുപ്പ് ധരിക്കത്തില്ല, പിന്നെയും ശങ്കരൻ തെങ്ങേലെന്ന് പറഞ്ഞതുപോലെ പിന്നെയും തിരിച്ചു പോകും. നമ്മളുടെയൊക്കെ ഇടയിൽ പലപ്പോഴുമുണ്ട് നൊയമ്പനുഷ്ഠാനങ്ങളൊക്കെ വരും, ഭയങ്കരമായിട്ട് നൊയമ്പ് നോക്കും, ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കും, പള്ളിയിൽ പോകുമ്പോൾ ഒന്ന്, വീട്ടിൽ വരുമ്പോൾ ഒന്ന്. എന്നാൽ ദൈവത്തിൻ്റെ ഭക്തി, ദൈവത്തോടുള്ള ഭക്തി എന്ന് പറയുന്നത് നിർമ്മലമായതാണ്, അതെന്നേക്കും നിലനിൽക്കുന്നതാണ്. ഇന്ന് ഭക്തികൾ ഓരോ വേഷം കെട്ടലുകളായിട്ട് മാറിയേക്കുക. ഒരു സിനിമാ പാട്ടിൽ പാടുന്നത് പോലെ, വേഷങ്ങൾ ജന്മങ്ങൾ, വേഷം മാറാൻ നിമിഷങ്ങൾ, നാം അറിയാതെ ആടുകയാണ് ഈ ജീവിത വേഷം. സന്തോഷത്തിനൊരു വേഷം, ദുഃഖത്തിന് വേറൊരു വേഷം, എല്ലാത്തിനും ഓരോ പുതുവേഷങ്ങൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഭക്തിക്കും ഒരുപാട് ആടയാഭരണങ്ങൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ നിത്യമായി നിലനിൽക്കുന്ന ഒരു ഭക്തിയുണ്ട്, നിർമ്മലമായൊരു ഭക്തിയുണ്ട്. നിർമ്മലമായ ഭക്തി വഹിക്കുന്നവനാണ് ഭക്തൻ എന്ന് പറയുന്നത്. ഭക്തൻ്റെ ഭക്തി എന്ന് പറയുന്നത് എപ്പോഴും ഓർത്തോണം പ്രിയമുള്ളവരെ, ഇത് പ്രകടിപ്പിക്കാനുള്ളതല്ല. മനുഷ്യൻ സ്വയമായി ശ്വസിക്കുന്നത് പോലെ, മനുഷ്യൻ്റെ ശരീരത്തിൽ രക്തമുള്ളതുപോലെ, അസ്ഥിയും മജ്ജയും ഉള്ളതുപോലെ, മാംസകണങ്ങൾ ഉള്ളതുപോലെ, സെൽസ് ഉള്ളതുപോലെ മനുഷ്യനോടൊപ്പം എന്നുമുള്ളതാ ഭക്തി എന്ന് പറയുന്നത്. അതില്ലാതെ പറ്റത്തില്ല. ചിലപ്പോൾ നമ്മൾ പറയത്തില്ല, ഞാൻ നേരത്തെ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു, ഇപ്പോൾ പ്രാർത്ഥിക്കാൻ തോന്നുന്നില്ല. നേരത്തെ എഴുന്നേൽക്കുമായിരുന്നു, പള്ളിയിൽ പോകുമായിരുന്നു, ഇപ്പോൾ എനിക്ക് സൗകര്യമില്ല, താല്പര്യമില്ല. പ്രിയമുള്ളവരെ, കുറച്ച് കാലത്തേക്ക് വന്ന് കുറച്ച് കാലത്തേക്ക് മാറ്റി നിർത്താൻ ഈ പറയുന്ന സംഗതി ഒരു പ്രതിഭാസമൊന്നുമല്ല. ഞാൻ പറഞ്ഞല്ലോ, കണ്ണില്ലെങ്കിൽ മനുഷ്യന് കാഴ്ചയില്ല, ചെവിയില്ലെങ്കിൽ മനുഷ്യന് കേൾവിയില്ല, അവയവങ്ങളില്ലെങ്കിൽ മനുഷ്യന് നടക്കാൻ പറ്റത്തില്ല. ആയതുപോലെ മനുഷ്യ ശരീരത്തിലുള്ള വിവിധങ്ങളായ അവയവങ്ങൾ പോലെ, കലകൾ പോലെ, കണങ്ങൾ പോലെ ഭക്തിയും മനുഷ്യൻ്റെ മനസ്സിലുള്ളതാണ്. നിർമ്മലമായി തന്നെ നിലനിർത്തേണ്ടതാണ്. മനുഷ്യൻ്റെ അസ്ഥിക്കൊരു പൊട്ടലുണ്ടായാൽ, രക്തത്തിലൊരു പ്രശ്നമുണ്ടായാൽ, പഞ്ചസാരയുടെ അളവ് കയറിയും ഇറങ്ങിയും പോയാൽ പ്രശ്നമാണ്. ആയതുപോലെ മനുഷ്യ ജീവിതത്തിന് ഭക്തി എന്ന് പറയുന്നത് ഒഴിവാക്കാനാവാത്തൊരു ഇൻസെപ്പറബിൾ പോർഷനാണ്. അത് ഹൃദയംഗമായിട്ട് മനസ്സിലാക്കണം. അതെന്നേക്കും നിലനിൽക്കും, അവസാനം വരെ ഉണ്ടാകും. പ്രിയമുള്ളവരെ, ദൈവത്തെ നമ്മൾ സ്നേഹിച്ചു കഴിഞ്ഞാൽ, ദൈവത്തെ നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അത് അവസാനം വരെ ഉള്ളതാണ് കേട്ടോ. കുറച്ച് നാളത്തേക്കൊന്നും ഉള്ളതല്ല, എല്ലാ കാലത്തേക്കും ഉള്ളതാണ്. നമുക്കത് നിർത്താൻ പറ്റത്തില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നമ്മളിപ്പോൾ പ്രാർത്ഥിക്കാതിരിക്കുന്നു, ദൈവത്തെ വിളിക്കുന്നില്ല, ചിലതിൽ നിന്നൊക്കെ മാറി നിൽക്കുന്നു. അതൊക്കെ എന്താ പറയുന്നത്, ദൈവകൃപ നഷ്ടപ്പെട്ടതുകൊണ്ടല്ല, മറിച്ച് ദൈവത്തെ അറിയാത്തത് കൊണ്ടല്ല, ചില പ്രത്യേകമായ സാഹചര്യങ്ങൾ കൊണ്ട് ചാരം മൂടിപ്പോയതാണ്. കണ്ണിൽ പൊടി വീണതുകൊണ്ട്, കാഴ്ച നഷ്ടപ്പെട്ടത് പോലെ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഭക്തി എന്ന് പറയുന്നത് ഭക്തനിൽ നിന്ന് ഒരിക്കലും പോകത്തില്ല. അതുകൊണ്ട് നീ പ്രാർത്ഥിക്കാതിരിക്കുന്നെങ്കിൽ, ദൈവത്തെ വിളിക്കാതിരിക്കുന്നെങ്കിൽ അതിൽ നീ അടിപ്പെട്ട് പോകരുത്. നീ തിരിച്ചു വരണം, നിൻ്റെ ഒറിജിനൽ സോഴ്സ് വേറെയാണ്. നമ്മൾ പറയത്തില്ലയോ, പലപ്പോഴും സാഹിത്യ ഭാഷയുണ്ട്. മഴ പെയ്തു കഴിഞ്ഞു, മരം പെയ്തുകൊണ്ടേയിരിക്കുന്നു. മഴ പെയ്തു തീർന്നാലും മരം പിന്നെയും പെയ്തുകൊണ്ടിരിക്കുകയാണ്. ചെടി പറയുകയാണ്, പൂക്കാതിരിക്കാൻ എനിക്കാവതില്ലേ. അതെ, ചെടിയാണ്, അത് വളർന്നു വരുന്നു. പൂക്കാൻ പറ്റത്തില്ല, കായ്ക്കാൻ പറ്റത്തില്ലെന്ന് അതിന് പറയാൻ പറ്റത്തില്ല. കായ്ക്കാൻ ശേഷിയുള്ള ഒരു മാവിന് പൂക്കാതിരിക്കാനും കായ്ക്കാതിരിക്കാനും പറ്റത്തില്ല. ഒരു ചെടിക്ക് അതിൻ്റെ ആ രീതി അനുസരിച്ച് അതും പൂക്കുകയും കായ്ക്കുകയും ചെയ്യും. ആയതുപോലെ നമ്മുടെ ജീവിതത്തിലും ഭക്തിയുടെ പൂക്കൾ ഉണ്ടാകണം, പ്രാർത്ഥനയുടെ പൂക്കൾ ഉണ്ടാകണം, നന്മയുടെ പൂക്കൾ ഉണ്ടാകണം, അനുഗ്രഹത്തിൻ്റെ പൂക്കൾ ഉണ്ടാകണം. യഹോവയുടെ വിധികൾ സത്യമായവയാകുന്നു, അവയൊട്ടൊഴിയാതെ നീതിയുള്ളവയാകുന്നു. ദൈവത്തിൻ്റെ വിധികൾ എപ്പോഴും സത്യമുള്ളവയാണ്, അവൻ്റെ വിധികൾ ഒട്ടൊഴിയാതെ നീതിയുള്ളവയാകുന്നു. അപ്പം സത്യമായിട്ടുള്ളതും നീതിയായിട്ടുള്ളതുമായ ദൈവത്തിൻ്റെ വിധികളും ദൈവത്തിൻ്റെ പ്രമാണങ്ങളും നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകണം. സത്യമായിട്ടുള്ളവ, നീതിയായിട്ടുള്ളവ.
സത്യം വധ, ധർമ്മം ചര. അതല്ലേ നമ്മുടെ പ്രമാണം. സത്യമേവ ജയതേ, അതല്ലേ നമ്മുടെ ആപ്തവാക്യം. അതേ പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ വിധികൾ സത്യമായിട്ടുള്ളവയാണ്, അവയൊട്ടൊഴിയാതെ നീതിയായിട്ടുള്ളവയാണ്. എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും ദൈവത്തിനൊരു വിധിയുണ്ട്. ആ വിധി നീതിയായിട്ടുള്ള വിധിയാണ്. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാനുള്ളത്, ദൈവമേ, സത്യമായിട്ടും നീതിയായിട്ടുമുള്ളതിൻ്റെ വിധിയുടെ മുൻപിൽ എൻ്റെ ബലഹീനതകൾ ഏത് രീതിയിലാണ് കാണപ്പെടുന്നത്? ആ പാപിനിയായ സ്ത്രീയെപ്പോലെ ദൈവത്തിൻ്റെ സത്യവും ദൈവത്തിൻ്റെ നീതിയും, പഴയ നിയമത്തിലെ സത്യവും വെളിച്ചവുമാകുന്ന, ഊറീമും തുമ്മീമുമാകുന്ന ആ പ്രമാണ സങ്കല്പം പോലെ ദൈവം മുൻപിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ മുൻപിൽ, കരുണയുടെ മുൻപിൽ അവൻ്റെ വിധികൾ നമ്മൾക്ക് ഗുണകരമാകുവാൻ തക്കവണ്ണം നമ്മൾക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയോടെ, ഭക്തിയോടെ സ്നേഹിക്കുവാനും കരുതുവാനും, ദൈവവിധി അംഗീകരിക്കുവാനും, ആ വിധി മറ്റുള്ളവർക്ക് അനുഭവവേദ്യമാക്കി കൊടുക്കുവാനും, ദൈവവിധിയുടെ മറവിൽ ലോകത്തിൻ്റെ വിധികളും നീതികളും ന്യായങ്ങളും സത്യങ്ങളും പ്രബുദ്ധമാക്കപ്പെടുവാനും പ്രകാശിക്കപ്പെടുവാനും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ദൈവം തൻ്റെ വലങ്കരങ്ങൾ നീട്ടി നിങ്ങളെല്ലാവരെയും സദാകാലവും വാഴ്ത്തി അനുഗ്രഹിക്കും.